അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ. അതിൽ പല കാര്യങ്ങളും ഉണ്ട്. എപ്പോഴും ഞാൻ പറയും പോലെ ലോകത്ത് വെച്ച് ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കടന്നു വരുന്നത് എൻട്രൻസ്, അതാണ് ഗേറ്റ്. അങ്ങനെ വന്ന് കാർ പാർക്കിംഗ് അവിടെ അങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു പ്രതിമ അതുണ്ട്, പിന്നെ വെള്ളം ഒഴുകി വരുന്നതുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. ചെറിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇതൊക്കെ ഒരു സീനിയറിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, കല്ലുകൾ, കാര്യങ്ങൾ. പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്നാൽ അവിടെയാണ് നിർത്തൽ. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, ഇന്നലെ ലീവായിരിക്കും. ഞായറാഴ്ചയാണ് കൂടുതൽ ഞാനും ആളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തിരക്കൊഴിവുള്ളൊരു ദിവസം ക്ലിയറായി കിട്ടിക്കോട്ടെ വെച്ചിട്ട് ചൊവ്വാഴ്ച തിരഞ്ഞെടുത്തതാണ്. ചൊവ്വാഴ്ച ആകുമ്പോൾ നമുക്ക് മറ്റ് ആളുകളുടെ തിരക്കില്ലാതെ എല്ലാ സീനിയറിയും കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാലങ്ങളായി നിൽക്കുന്ന മുളംകൂട്ടങ്ങൾ ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു പാലമുണ്ട്, ആ പാലത്തിൽ കൂടെ അങ്ങോട്ട് കിടക്കാം. വെള്ളം ചാടി വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കണ പൂച്ചെടികളാണ്. പിന്നെ ചില ഔഷധ ചെടികൾ കുറുന്തോട്ടി വരെ ഉണ്ട്. പിന്നെ ഇത് ഒരു പുറ്റ് കുറച്ച് ഉയരത്തിലുള്ളത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നല്ല ഭംഗിയാണ് വെള്ളച്ചാട്ടം. അവിടെ ചെറിയൊരു സീനിയറിക്കൊരു പാലം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ പോയി. ഇത് മ്യൂസിയമാണ്. അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്, പഠിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്, അത്ഭുതകരമായതുണ്ട്. ഇനി അതിലേക്കാണ് പോണത്. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, തേക്ക് മ്യൂസിയം. ബുക്കുകൾ സൂക്ഷിക്കുന്നത്. പിന്നെ ഇതൊരു തേക്കാണ്, അതിൻ്റെ വേര് കമഴ്ത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഗത്തിന് നാരായ വേരില്ല എന്നുള്ളത് നമുക്ക് നല്ല സൂക്ഷ്മ നിരീക്ഷണം നടത്തി അറിയാൻ പറ്റും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ടീച്ചർ പറഞ്ഞുതരും, നാരായ വേരില്ലാത്ത ചില മരങ്ങളുണ്ട്. നാരായ വേര് എന്ന് പറയുന്നത് ഏറ്റവും സെൻറ്ററിൽ നല്ലോണം അടിയിലേക്ക് താന്നു പോകുന്ന അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള വേരാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് തേക്ക് മ്യൂസിയം. ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് എൻട്രൻസ്. അങ്ങനെ കയറി ഇതൊക്കെ തേക്ക് കൊണ്ട് ചില കൗതുക വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നതാണ്. എല്ലാം അതിൻ്റെ കാല് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ സീറ്റിംഗ് ഇരിക്കേണ്ട ഭാഗങ്ങൾ. പിന്നെ ഇത് ഒരു ഐറ്റം വ്യത്യസ്തങ്ങളായ ഇരിപ്പിടങ്ങൾ അങ്ങനെയാണുള്ളത്. പിന്നെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ആളിരിക്കുന്നതാണ്. പിന്നെ ലൈബ്രറി ഇതിൻ്റെ ഉള്ളിൽ പാടില്ല. ഒരു സുപ്രധാന കാര്യത്തിനായിരുന്നു അല്ലേ. ഏതൊക്കെ പക്ഷികൾ ഉണ്ട് എന്നാണ്. ഇത് തുറക്കണത് ഏത് ഭാഗത്താണ്? കാണാൻ വേണ്ടി ഡിസ്പ്ലേ അല്ലേ. കുറച്ച് വലുപ്പമുള്ള നല്ലൊരു പത്തായമാണ്. പിന്നെ ഇത് രണ്ട് കൈ കൊണ്ട് ഒരു ഇത് പിടിച്ചിരിക്കണ മാതിരിയുള്ളത് തേക്ക് കൊണ്ട് കൊത്തുപണിയാണ്. ഒരു ബോൾ പോലെ ഒരു സാധനം. പിന്നെ മരങ്ങളുടെ ചിത്രങ്ങൾ. ഇതൊരു തേക്കാണ്. അങ്ങനെ മൊത്തം കൊത്തി വച്ചിരിക്കുന്നതാണ്.
പിന്നെ അതൊരു തോണി, അതൊക്കെ നമ്മൾ സുലഭമായി എവിടെയും കാണുന്ന സാധനങ്ങളാണ്. പക്ഷേ എവിടെയും കാണാത്തൊരു സാധനം ഇവിടെ ഉണ്ട്. അത് നമുക്ക് ബാക്കിൽ വരും. പിന്നെ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വച്ചിരിക്കുന്നതാണ്. ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ പൗരാണിക യുഗത്തിലെ ചില പറ്റിയിട്ടാണ് പറയണത്. മുറിച്ചു കൊണ്ടൊന്നും ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് 116 വർഷം പഴക്കമുണ്ട്. അത് 2 കഷ്ണാക്കിയിട്ടാണത്. മുറിക്കുമ്പോൾ അതിന് 38 മീറ്റർ നീളം ഉണ്ടായിരുന്നു. 4 മീറ്ററോളം ചുറ്റളവ് ഈ മരത്തിനുണ്ട്. 4 മീറ്ററിന് 10 സെൻറ്റിമീറ്റർ കുറയും, അതാണിത്. അപ്പോൾ ഇതിലൊരു കഷ്ണം മുറിച്ചിട്ട് കൊണ്ടുവരേണ്ട സൗകര്യത്തിന് എന്നിട്ട് അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് ഒരു മരം, അതിൻ്റെ അടിയിലും വേരുകൾ എങ്ങനെയാണെന്ന് ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. എങ്ങനെയാണ് അത് അടിയിലേക്ക് വേരുകൾ ഇറങ്ങുന്നത്, മണ്ണിലേക്ക് എന്നുള്ളത്. അതങ്ങനെ. പിന്നെ പല ഗവേഷണങ്ങൾ നടത്തിയിട്ട് അതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും. അപ്പോൾ ഞാനത് ഒഴിവാക്കാൻ. ഇവിടെ അടുത്തല്ല, നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും വന്ന് കാണാവുന്ന രീതിയിൽ തന്നെയാണ്. ഒരു ടിക്കറ്റിന് 25 റുപ്യയാണ്. അപ്പോൾ ആർക്കും ഏത് സമയത്തും വന്ന് കാണാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ തന്നെ നല്ല കൗതുകകരമായ കാഴ്ച കാണുന്നുണ്ട്. 2 തവളകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ നല്ല വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ നല്ല കൗതുകമാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ കിഴക്ക് വശത്താണ് നമ്മളെ അളിയൻ്റെയൊക്കെ വീടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പം വന്ന് കാണാറുള്ളതാണ്. ഇപ്പോൾ വ്ലോഗ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നും കൂടി വന്നു എന്നുള്ളത്. നമുക്കിപ്പോൾ ഇതെപ്പോഴും കാണുന്നൊരു വസ്തുവാണ്. ഇതൊരു തേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കണ അതിൻ്റെ വണ്ണത്തിൻ്റെ ഇതാണ്. ഇതിങ്ങനെ അത് വലിപ്പം കാണാണ്ട്. ബാക്ക് ഭാഗമാണിത്. കാണാൻ നല്ലൊരു ഭംഗി ഇവിടുന്ന് ഉണ്ട്. നമുക്ക് ഫോട്ടോത്തിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ തേക്ക് തടി കൊണ്ട് പരമ്പരാഗത ഉപയോഗങ്ങൾ. ഒരു കൊട്ട പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ബാസ്ക്കറ്റ് പോലെ. പിന്നെ ടെലിഫോൺ വയ്ക്കും പോലെയുള്ള ഉപകരണമുണ്ട്. ഒക്കെയാണ് സീഡ്, വിത്തുകൾ. അത് പലതരത്തിൽ. ഇത് തൊണ്ടോടുകൂടി, ഇത് തൊണ്ട് കളഞ്ഞിട്ട് ഇത് വേറൊരു വർഗം, മറ്റൊരു വർഗം. ഇത് ആ നടുകെ പിളർന്ന ഒരു ഇതൊക്കെ തേക്കിൻ്റെ വിത്ത് തന്നെയാണ്. ഇത് നടുകെ പിളർന്നതാണ്. അപ്പോൾ പഠിക്കേണ്ടവർക്ക് അതിൽ പല ഭാഗങ്ങളും ഉണ്ടാവും. ഉള്ളിൽ ഒരു ഭാഗം, പിന്നെ 4 ഭാഗം വേറെ. ഇതൊക്കെ നടുകെ പിളർന്നിട്ടുള്ളത്. ഇത് സീനിയറിയാണ്. ഇതൊക്കെ ഓരോ ഡിസൈൻ ഭംഗിക്ക് വെച്ചിരിക്കുകയാണ്. മ്യൂസിയം അല്ലേ, ചെറുതും വലുതൊക്കെ കാണിക്കുമല്ലോ അവർ. അവിടെ ഒരെണ്ണം ചെറുതുണ്ട്. അപ്പോൾ പിന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ചെറിയ കുട്ടികൾക്ക് പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ചെറിയ കുട്ടികളല്ല, വലിയ ആളുകൾക്കും ഒഴിവിനനുസരിച്ച് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. പലതരത്തിൽ പൂമ്പാറ്റകൾ തേക്കിൽ വന്നിരിക്കുന്നു. അതൊക്കെയാണ് ഉപദ്രവിക്കുക.
ഏതൊക്കെയാണ് കേക്കിന് ഗുണകരമായത്, അങ്ങനെ പല വർഗ്ഗങ്ങളുണ്ട്. നിരവധി പൂമ്പാറ്റകളുടെ ചിത്രം കാണാറുണ്ട്. ഇത് ജീവനുള്ളത് അങ്ങനെ ഉണക്കിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. ഇതും അങ്ങനെ തന്നെയാണ്. അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ശേഖരിച്ച് ഇങ്ങനെ ഇത് കൊണ്ടുവന്ന് വെക്കാനൊക്കെ നല്ല പ്രയാസമുണ്ട്. നമുക്ക് കാണുന്നവർക്ക് വെറും 25 ചിലവുള്ളൂ. പക്ഷെ ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ശ്രമകരമായ പ്രവൃത്തിയിലൂടെയൊക്കെയാണ്. പിന്നെ ആനക്കൊമ്പുകൾ പോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. തോക്ക്, മടാള് തേക്കൊണ്ട് ഉണ്ടാക്കിയതാണ്. മൂർച്ച ഉണ്ടാവില്ല ഇതിൻ്റെ ഡിസ്പ്ലേ. ഇതൊക്കെ കാണാൻ നല്ല കൗതുകമുണ്ട്. കുതിര ആയുധങ്ങളാണ്. അപ്പം മുഴുവനും ഡീറ്റെയിലായി പറഞ്ഞു തരാൻ കഴിയണില്ല. ചുറ്റിക പോലത്തെ ചിലത് അതിൻ്റെ കാലങ്ങളും പഴക്കങ്ങളൊക്കെ ശീലവും ഒക്കെ കാണാനുണ്ട്. പിന്നെ ഇത് മഴു, ഇത് ചുറ്റിക, ഇത് വേറെ തരം മഴു, ഇത് വേറെ തരം മഴു. ഇത് പിന്നെ തോണി തുഴയുന്ന പങ്കായം, പിന്നെ ചെറുതരത്തിലുള്ള വാള്. പിന്നെ ഈ വാളൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മുകളിലൊരാൾ, താഴെ ഒരാൾ ഇരുന്ന വാളാണ്. ഇപ്പം അത് അത്ര കാണാറില്ല. അപ്പോൾ ഈ റൂമിന് താഴികക്കുടം എന്നാണ് പേര്. അപ്പോൾ താഴികക്കുടം കാണാൻ മുകളിൽ സീലിംഗ് നല്ല ഭംഗിയുണ്ട്. സീലിംഗ് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഫുള്ളും തേക്കിൻ്റെ കാതൽ കൊണ്ട് സജ്ജീകരിച്ചിട്ട് അതിനൊരു പേര് ഇട്ടിരിക്കുകയാണ് താഴികക്കുടം. നമ്മൾ പലതരത്തിലുള്ള പ്ലൈവുഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും തേക്കിൻ്റെ ഡിസൈനിൽ. ഈ തേക്കിൻ്റെ ഈ ഡിസൈൻ വെച്ചിട്ടാണ് ഇപ്പോൾ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നല്ല രസത്തിൽ ഡിസൈൻ വരാൻ ഓരോന്നിനും ഓരോ പേരുണ്ട്. ഇത് വെൺതേക്കാണ്, ഇത് വേങ്ങ, ഇത് വെള്ളകില്, ഇത് പ്ലാവ്, ഇത് കാരകില്, ഇത് കരിമരുത്, ഇത് ഈട്ടി, തേക്ക്. ഇത് പല വർഷങ്ങളായിട്ട് ഇതിൻ്റെ വർഷവും ഇതിൻ്റെ ഈ കാതൽ എന്ന് പറയുമല്ലോ നമ്മളെ നാടൻ ഭാഷയിൽ, പരിഷ്കരിച്ച ഭാഷ എന്താണെന്ന് എനിക്ക് അറിയണില്ല. അപ്പോൾ ഈ കാതലിനനുസരിച്ച് ഇതിൻ്റെ ഇയേഴ്സ് പറയുന്നുണ്ട്, വർഷം. ഇത് 62 വർഷം, ഇത് 21 വർഷം, ഇത് 32 വർഷം, ഇത് അങ്ങനെ പലതരത്തിലുള്ളത് 18 വർഷം. അപ്പോൾ ഇതിൻ്റെ ഓരോ വർഷത്തിന് ഇത് ഓരോ റൗണ്ട് ചെയ്യുന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ തുടക്കത്തിലെ വർഷം, പിന്നുള്ളത്. അങ്ങനെ ആ റൗണ്ട് നോക്കിയിട്ട് ഇതിൻ്റെ വർഷം തീരുമാനിക്കാമെന്നൊക്കെയാണ് പറയൽ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ശ്രീദേവി ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ. ഒരു പല്ലക്കല്ല, ഒരു ഊഞ്ഞാല്. അപ്പോൾ എല്ലാവരും വന്ന് കയറിയിരുന്ന് തടസ്സപ്പെടുത്തിയിട്ട് ഇതിപ്പോൾ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് ഊഞ്ഞാല് ആടാൻ നല്ല അനുഭൂതി ആയിരിക്കും. ഇത് പിന്നെ ഉപകരണങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാനൊരു വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളെ വാപ്പ വല്യാപ്പാരൊക്കെ ഉപയോഗിച്ചായിരുന്നു. മിതോടി എന്ന് പറയും. പിന്നെ ഇത് നമ്മളെ വള്ളിക്കോല, പഴയ കാലത്ത് തൂക്കം നോക്കിയിരുന്നത് ഇതുപയോഗിച്ചാണ്. ഇതിലൊരു ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന സാധനം ഇവിടെ ഒരു നൂലായിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടാണ് പഴയ കാലത്ത് 1 കിലോ 2 കിലോ അതല്ലെങ്കിൽ റാത്തൽ അങ്ങനെയൊക്കെ തൂക്കം നോക്കി അവരന്ന്
ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് പലതരത്തിലുള്ള എന്തെങ്കിലും മരുന്നുകൾ കാര്യങ്ങൾ ചതയ്ക്കാനും പിടിക്കാനും. പിന്നെ ഇത് നൂൽപുട്ടിൻ്റെയാണ്. ഇപ്പൊക്കെ സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മരം കൊണ്ടുള്ളത് എന്നൊന്ന് കാണിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ എല്ലാ ഭാഗത്തും കാണുന്ന ഇതാണ്. ഇത് നമ്മളിപ്പോൾ സ്റ്റീലും ഇരുമ്പും കാര്യങ്ങളൊക്കെ വല്ലാതെ വിപുലമാവാത്ത പഴയ കാലഘട്ടങ്ങളിൽ തേക്കും പിച്ചളയും കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ്. പഴയ കാലത്ത് ആധാരങ്ങളോ പണമോ അങ്ങനെ കാര്യമായ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക ഇത്തരം പെട്ടികളിലാണ്. പിന്നെ ഇത് അതിനോടനുബന്ധിച്ചുള്ള പെട്ടികൾ തന്നെയാണ്. ഇത് ബാരൽ, ഒരു ബാരൽ എന്ന് പറയുന്ന അളവ് അത്രയായിരിക്കണം. ഇത് പുല്ലാങ്കുഴി, ഇത് മരുന്ന് പെട്ടി. ഒക്കെ തുറക്കാനും ഇത് ഓരോന്നിനും ഓരോരോ അറകളാണ്. പലതരത്തിലുള്ള മരുന്നിട്ട് വയ്ക്കുന്ന അറകൾ. ഇതിലിപ്പോൾ അറകൾ കണക്കാക്കിയ 14-20 അറകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് ആടാൻ പറ്റിയത്. പിന്നെ ഇത് ഭസ്മം അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെച്ച് പഴയ കാലത്ത് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഉമ്മിക്കരിയും ഇട്ട് വയ്ക്കാറുണ്ട്. ഇത് ചാരി കിടക്കണത്, ഇത് റോൾ ടോപ്പ് ഡെസ്ക് പറയും. കാണാൻ എന്തെങ്കിലുമൊക്കെ തൂക്കാനോ പിടിക്കാനോ എന്തെങ്കിലും ഡിസ്പ്ലേക്കൊക്കെ. കേക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇത് വെച്ചിരിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ തേക്ക് കൊണ്ടുള്ള ഉപകരണങ്ങൾ തന്നെയാണ്. പല വർഷങ്ങളിലുള്ളത് വരിക്ക് വെച്ചിരിക്കുന്നതാണ് തേക്ക്. അവിടുന്ന് ഇങ്ങോട്ട് 1 വർഷം 2 വർഷം 3 വർഷം അങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ ഇതുവരെ വന്ന് ഇങ്ങനെ പോയി വർഷങ്ങൾ കൂടുമ്പോൾ അവിടെ ഒരു 10-25 എണ്ണത്തോളം ഉണ്ട്. ഇതൊക്കെ പരിചരണം കാര്യങ്ങളൊക്കെ നല്ല വേൾഡ് ലെവലിൽ തന്നെയാണ്. ചെറിയ തോതിലാണെങ്കിലും അപ്പോൾ ഇത് കത്തിരിക്കലും കാര്യങ്ങളൊക്കെ. ഒരു പല്ലിയുടെ ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ മ്യൂസിയത്തിൻ്റെ ബാക്ക് ഭാഗമാണ്. പിന്നെ ഇവിടെ നല്ല സീനറി ഉണ്ട്. ഇത് കാണാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും നോക്കി നമ്മൾ പിന്നുള്ളത് ഇതാണ്. നമ്മൾ കാണാത്തത് ഇതാണ്. അതൊരു ചെറിയൊരു ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ നല്ല സൗകര്യങ്ങളും കയറാനും മറയാനും കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ജൈവ വിഭവ ഉദ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറലായിട്ടുള്ള വള്ളികൾ, വേരുകൾ, അതിലൊക്കെ കയറി മറയൽ, അതുകൊണ്ടുള്ള ഊഞ്ഞാലുകൾ, അതിൻ്റെ അടിയിൽ നമ്മളെ 2-4 ആളിരുന്ന് കുശലം പറയൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ധാരാളം വള്ളികൾ, ആ വള്ളികൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ജൈവ വിഭവ ഉദ്യാനം എന്ന് വെച്ചാൽ നമ്മളെ നാച്ചുറലായിട്ട് ഇതിൽ മറ്റേ എന്തെങ്കിലും ഒരു ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം അല്ല. പലതരത്തിൽ വള്ളി, ഇതിലൊക്കെ കുട്ടികൾ കയറുക, ഊഞ്ഞാലാടുക, അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് കുറേ അങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പോയി ആ ഭാഗത്തൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇതിലൊക്കെ കുട്ടികൾ കയറി ധാരാളം ഊഞ്ഞാലാടും. കുട്ടികൾക്ക് രസിക്കാനും കയറാനും ഇറങ്ങാനും അങ്ങനെ ഒരു ജൈവ, അതല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ മറ്റ് പാർക്കുകളിൽ പോയാൽ കുറവാണ് കാണൽ.
ആ ഭാഗത്തൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളൊക്കെ വന്നു തുടങ്ങി. ഈ വിഭാഗത്തിൽ ഗാർഡനിലേക്ക് കിടക്കുകയാണ്, പൂന്തോട്ടം. അതിൽ പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഒക്കെ വെട്ടി വൃത്തി തന്നെ കാണാനുള്ളത്. ഒരു ആനച്ചിത്രം ഇതാ അവിടെ ഉണ്ട്. അതിലൊക്കെ ഇനി വളർന്നു വരുമ്പോൾ നല്ലതുണ്ടാവും. ഇത് പൂമ്പാറ്റ ഗാർഡൻ. ഇതിനൊക്കെ ഓരോ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു താമരപ്പൂ വളർത്തണ സംവിധാനം ഉണ്ട് ഇവിടെ. താമരപ്പൂ വിടർന്ന് നിൽക്കുന്നുണ്ട്, വിടരാൻ പോണതുണ്ട്, മുട്ടുകളായിട്ടുള്ളതുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള പൂച്ചെടികൾ. ആ ഭാഗത്ത് ഒരു കൗതുകകരമായ ഒരിത് കാണാനുണ്ട്. ഒരു പുലിയുടെ പ്രതിമ വെച്ചിട്ട് കാണാൻ ഭംഗിയുണ്ട് ദൂരത്തുനിന്ന്. പിന്നെ നമ്മളെ നനയ്ക്കണ സംവിധാനം ഇവിടെ കാണാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് ആ ഉയരത്തിലുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല എന്നുള്ളൂ. ഇതൊക്കെ സർവ്വസാധാരണമായ എല്ലാ ഭാഗത്തും കാണുന്നതാണ്. ആഫ്രിക്കൻ കർളകം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നല്ല എന്തോ ഒരു പക്ഷി നാന്ന് കിടക്കണ പോലെയൊക്കെ തോന്നണത്. നനയ്ക്കണ ആളുകളുണ്ട്. ഇതെന്താണ് ആ കൂട്? അത് വെയിൽ തട്ടാതെ വളരേണ്ട ചെടികൾ വെക്കണ സംവിധാനമാണ്. എല്ലാ ഭാഗവും മറച്ച്, വെളിച്ചത്തിന് മറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെടികൾ, ഇത്തരം ചെടികൾ വളർത്തണതാണത്. പിന്നെ ഇത് എത്ര വർഷം പഴക്കമുള്ളതാ മോളാന്ന് നമുക്ക് ഒരു 50 വർഷമായാൽ അത് കായയായി, പിന്നെ അത് വീണ്ടും മുളച്ച് വീണ്ടും അങ്ങനെ ആവുന്നതാണ്. ഇവിടെ നമ്മളെ ഹാരപ്പ മോഹൻജാദാരോ എന്നൊക്കെ പറയണ പഴയ കാലഘട്ടം ഉണ്ടല്ലോ, ഏകദേശം ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്, പുരാതന കാലത്ത്. നിങ്ങളുടെ പേരെന്താ? സ്കൂൾ ഏതാ? പാണ്ടിക്കാട് സ്കൂൾ അല്ലേ? ആ, എൻ്റെ പേരെന്താ? സൗദി അല്ലേ? കുറ്റിപ്പുറമല്ല. നിങ്ങളെ സ്കൂളിൻ്റെ പേര് UP LP ഹൈസ്കൂളാ? അത് ശരി. അതിൽ എത്ര വരെ ഉണ്ട്? 10 വരെ ഉണ്ടോ? +2 വരെ ഉണ്ട് അല്ലേ? നിങ്ങളെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കണ കുട്ടി ഏതാടാ? ഏറ്റവും ലീഡറാ? ചെറിയ എന്താ പറയുക, ഉദ്യാനം, അതല്ലെങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ചെറിയ തരം മത്സ്യങ്ങളുണ്ട്. പലതിനും ഉപകരിക്കും, കൊതു വരാതിരിക്കാനും മറ്റുള്ളതിനൊക്കെ. അതാ നല്ല സൂക്ഷ്മതയോടെ നോക്കിയാൽ ചെറിയ മത്സ്യങ്ങൾ അതാ നടക്കണം. 3, 4, 5, 6, 7 കുറേ ഉണ്ട്. പിന്നെ മുള്ളൊക്കെ വെട്ടി വൃത്തിയാക്കിയ മുള, അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കാനൊക്കെ ഒരു പ്രത്യേക തരം ഇതാണ്. മുള്ള് വെട്ടിയതല്ല, മുള്ളില്ലാത്തതാണ് അല്ലേ? മുള്ളില്ലാത്ത മുളയാണ്. ഇത് പഴയ കാലത്ത് എടങ്ങാഴി, നാഴി അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇത് മുറിച്ചിട്ട് അളവ് പാത്രമായി ഉപയോഗിക്കുക. ഇങ്ങനെ മുറിക്കുക, ഇവിടെയും മുറിക്കുക, എന്നാൽ അളവ് പാത്രമായി. എൻ്റെ കുട്ടിക്കാലത്ത്
എടങ്ങാഴി നാഴി അങ്ങനെയൊക്കെ ഉപയോഗിച്ചായിരുന്നു. ഇതങ്ങനെ ഒരു വർഗം. അപ്പുറത്തുള്ളത് ഭയങ്കര മുള്ളുള്ള വർഗം, ഇത് മുള്ളില്ലാത്ത വർഗം. പിന്നെ ഇതിലിതാ താമരപ്പൂ വിടർന്നു നിൽക്കുന്നു. ഇതൊക്കെ ഓരോ പായലുകളും ചെടികളും താമരപ്പൂവും എല്ലാ ചെടിയുണ്ട്. അങ്ങനത്തെ ഒരു മോഡല് തൃശ്ശൂർ ആ സൂപ്പർ മാർക്കറ്റിൽ കണ്ടു, യൂസുഫ് അലിയുടെ ലുലു. അപ്പോൾ സംഭവം അത് സിമ്പിളാണ്. ഒരു പൈപ്പ് വെച്ചിട്ട് ഓട്ട തുറന്നാൽ മതി, ഒരു ചെറിയ കമ്പി വെച്ചിട്ട് തുറന്നാൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രേ എടുക്കണുള്ളൂ. ഇനി അങ്ങോട്ടൊക്കെ ആമയും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അത് സമയം കൂടുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നിർത്തുകയാണ്. വീണ്ടും കാണാം.